ആളുകൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അലർജിയുള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള സംശയമാണ് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അവർക്ക് ഒഴിവാക്കേണ്ടത് എന്നുള്ളത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് പാലും പാൽ പ്രോഡക്ട്സുകളാണ്. അധികം പാല് കഴിക്കുന്ന ആളുകൾ തന്നെ കഫത്തിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈരും മോരും മാത്രമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഷുഗർ കട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഷുഗർ ഉള്ള ഒരുപാട് ഫുഡുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അലർജിയൊക്കെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഷുഗർ കട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് കുറയുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡുകളാണ്. പ്രോസസ്ഡ് ഫുഡിലെ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ അലർജി ട്രിഗർ ചെയ്യാറുണ്ട്, ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മാക്സിമം അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തണുത്ത ഭക്ഷണങ്ങൾ ഒരുപാട് തണുപ്പോട് കൂടി കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. കാരണം ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര തണുപ്പുള്ളത് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് അലർജി കൂടുതലുള്ള സമയത്ത് കഴിക്കുമ്പോൾ ഈ ഒരു ഇൻഫ്ലമേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ മാക്സിമം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള എല്ലാ പദാർത്ഥങ്ങളും മാക്സിമം ആ സമയത്ത് ലിമിറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പലഹാരങ്ങൾ ഒരുപാട് കഴിക്കുന്ന ഒരു ഹാബിറ്റ് അധികം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഹാബിറ്റ് നമ്മൾ മാക്സിമം ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് പഴകിയ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ വിനെഗറൊക്കെ ഇട്ട് വെക്കുന്ന അച്ചാറ്, അതുപോലെ ഉണക്ക മീനുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ നമ്മൾ അലർജി ട്രിഗർ ചെയ്തിട്ട് ഹിസ്റ്റമിന്റെ റിലീസ് ഉണ്ടാക്കാറുണ്ട്. ചോക്ലേറ്റ്സും ഇതുപോലെ തന്നെ ഒരുപാട് ഓൾറെഡി ഷുഗർ കണ്ടന്റ് ഉള്ളതാണ്. അത് മാത്രമല്ല നമ്മുടെ ബോഡിയിലേക്ക് ചോക്ലേറ്റ് എത്തുമ്പോൾ തന്നെ ഹിസ്റ്റമിന്റെ റിലീസ് വരുന്നുണ്ട്. അലർജിയുള്ള ആളുകൾക്ക് ചോക്ലേറ്റ്സ് കഴിച്ച ദിവസങ്ങളിൽ അലർജിയുടെ ബുദ്ധിമുട്ട് കൂടുതലാവാറുണ്ട്. അപ്പോൾ മാക്സിമം അതും നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമ്മൾ ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പഴകിയ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാനും ഒരുപാട് തണുത്തത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അലർജി കൂടുന്നത് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അലർജി കാരണം ബുദ്ധിമുട്ടുന്ന ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ ഷെയർ ചെയ്തോളൂ.